ഹായ് ഫ്രണ്ട്സ്, ബീഹാറിൽ ഇലക്ഷൻ പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ ഏവരും ചോദ്യം ഇതാണ്: രാഹുൽ ഗാന്ധി എവിടെ? അദ്ദേഹം വിദേശ പര്യടനത്തിലാണ്, ഏതൊക്കെയോ രാജ്യങ്ങളോട് ചുറ്റിക്കറങ്ങുകയാണ്. ആ വോട്ട് ചോരി യാത്രയും വോട്ട് അധികാര യാത്രയും ഒക്കെ നടത്തുന്ന ക്ഷീണം തീർക്കാൻ ഒരു നീണ്ട വിദേശ പര്യടനമാണ് നല്ല നേരത്തെ അദ്ദേഹം പോയത്. അതെന്താ, അദ്ദേഹം ഒരാൾ മാത്രമാണോ ഇതൊക്കെ നിയന്ത്രിക്കുന്നത്? അതെ, അത് തന്നെയാണ് പ്രശ്നം എന്ന് പറയുന്നത്. കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, പിന്നെ ഇപ്പൊ പ്രിയങ്ക ഗാന്ധിയും തീർന്നു. അതിനപ്പുറം ഒരു നേതാവിനെയും വളരാൻ അനുവദിക്കുന്നില്ല. അത് തന്നെയാണ് പ്രശ്നം. ആ പാർട്ടി പ്രസിഡന്റ് ആണെങ്കിൽ തീർത്ത് വൈകുന്നായി, അങ്ങനെ പറയേണ്ട കാര്യമില്ല, വയസ്സായി. അതിനപ്പുറത്തേക്ക് നല്ല ഒരു പാർട്ടി സെറ്റപ്പ് വളർത്തിയെടുക്കാൻ ഇതുവരെയും കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ തവണ 70 സീറ്റിൽ മത്സരിച്ച് കോൺഗ്രസിന് ലഭിച്ചത് വെറും 20 സീറ്റ്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ സീറ്റ് നിർണയം വരുമ്പോ വീണ്ടും അവിടെ പ്രശ്നമാകും. കോൺഗ്രസിന് കൂടുതൽ സീറ്റ് വിട്ടുകൊടുക്കാൻ ഒരിക്കലും തേജസ്വി യാദവ്, ലാലു പ്രസാദിന്റെ മകൻ തയ്യാറാകും ഞാൻ കരുതുന്നില്ല. അതൊക്കെ കേരളത്തിലേക്ക് നോക്കണം. ഇഷ്ടം പോലെ നേതാക്കന്മാരാ. പ്രതിപക്ഷ നേതാവ്, KPC പ്രസിഡന്റ്, മുൻ KPC പ്രസിഡന്റ്, മുൻ പ്രസിഡന്റ് ഇപ്പോഴത്തേക്ക് ശക്തനാ, അങ്ങനെല്ലാക്കാർ ഇടപെടുന്നുമുണ്ട്. പക്ഷേ KPCC മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ കൂട്ടത്തല്ല. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, നേതാക്കന്മാരേ ഉള്ളൂ, അണികളില്ല. അണികൾ മറ്റ് ലാവണങ്ങൾ തേടിപ്പോകുന്നത്, അഥവാ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് ഇവരാരും അറിയുന്നുമില്ല. അതെന്തോ ആവട്ടെ, ബീഹാറിലേക്ക് മടങ്ങി വന്നാൽ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കേണ്ട രാഹുൽ ഗാന്ധി ഇപ്പൊ സ്ഥലത്തില്ല. കോൺഗ്രസിന്റെ രാജകുമാരൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്: ആൾക്കൂട്ടം വോട്ടായി മാറുന്നില്ല. അദ്ദേഹം യാത്ര നടത്തുമ്പോൾ കുറെ പേര് വട്ടം കൂടും, കുറെ പേര് അദ്ദേഹത്തെ കാണാൻ വരും, കുറെ പേര് അദ്ദേഹം പറയുന്നത് കേൾക്കുവാൻ വരും. അതിൽ കുറെ പേര് മറ്റു പാർട്ടികളിലുള്ളവരോ BJP-ക്കാരോ ഉണ്ടാവും. അദ്ദേഹം പറയുന്നത് എന്താണ് കേൾക്കാൻ വരുന്നത്? അവരൊന്നും വോട്ട് ബാങ്കുകളല്ല, വോട്ടായി മാറണമെന്നുമില്ല. അത് മനസ്സിലാക്കാൻ ഇതുവരെയും രാഹുൽ ഗാന്ധി കഴിഞ്ഞിട്ടില്ല. കുറെ യാത്ര നടത്തി, കുറെ ആൾക്കാർ വട്ടം കൂടി, അതുകൊണ്ടൊന്നും അധികാരത്തിലേക്ക് വരാനാവുകയില്ല. ശക്തമായ പാർട്ടി സെറ്റപ്പ് ഉണ്ടാവണം. താഴെ തലം മുതൽ അങ്ങ് ടോപ്പ് ലെവൽ വരെ പാർട്ടി ഘടന ഉണ്ടാവണം. എങ്കിൽ മാത്രമേ അധികാരത്തിൽ വരാനാവുകയുള്ളൂ. അതിനൊക്കെ BJP കണ്ടുപിടിക്കണം. കാര്യം നേതാവൊക്കെ ഉണ്ടെങ്കിൽ പോലും അവരുടെ ആ ലോക്കൽ ലെവലിലുള്ള പാർട്ടി സെറ്റപ്പ് വളരെ വളരെ ശക്തമാണ്. അങ്ങനെ ഒരു പാർട്ടി സെറ്റപ്പിലേക്ക് മാറാൻ കഴിയാത്തിടത്തോളം കാലം കോൺഗ്രസിന് BJP-ക്ക് ബദലാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. എന്ന് പറഞ്ഞാൽ ബീഹാറിൽ കഥ വീണ്ടും തഥൈവ. കുറെ കാലമായി അധികാരത്തിൽ വരുവാൻ ശ്രമിക്കുന്ന തേജസ്വി യാദവ് ഇത്തവണയും നിരാശനാകേണ്ടി വരുമെന്നർത്ഥം. ഇതിലേക്ക് പ്രധാന കാരണം എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണി ഇതുവരെ ഒരു മുന്നണിയായി മാറിയിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ മുന്നണിയായി മാറിയിരുന്നെങ്കിൽ കഥ മാറിയേനെ. BJP-ക്ക് ഒരു ബദലാകാൻ കഴിയുമായിരുന്നു, കഴിയുന്നില്ല. ശിഥിലമാണ് പ്രതിപക്ഷം. ശിഥിലമായ പ്രതിപക്ഷമാണ് ഭരണപക്ഷത്തിന്റെ BJP-യുടെ നേട്ടം എന്ന് പറയുന്നത്. നിതീഷ് കുമാർ വീണ്ടും അധികാരത്തിലേക്ക് വരാൻ എല്ലാ സാധ്യതയുമുണ്ട്. അദ്ദേഹം വളരെ ബുദ്ധിയുള്ള മനുഷ്യനാണ്. പ്രധാനമന്ത്രി പദം വരെ സ്വപ്നം കാണുന്ന അദ്ദേഹത്തിന് കിട്ടാൻ സാധ്യതയില്ലാത്ത പ്രധാനമന്ത്രി പദത്തേക്കാൾ നല്ലത്, ഏറെ സാധ്യതയുള്ള മുഖ്യമന്ത്രി പദമാണ് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ മുന്നണിയിൽ അദ്ദേഹം പിന്മാറിയത്. അദ്ദേഹത്തിന് BJP എന്നോ കോൺഗ്രസ് എന്നോ യാതൊരു വ്യത്യാസവുമില്ല. അധികാരം എവിടെ കിട്ടുമോ അവിടെ കൂടി നിൽക്കും. അതുകൊണ്ട് തന്നെ തന്ത്രപരമായി നീങ്ങാൻ വളരെ സമർത്ഥനാണ് നിതീഷ് കുമാർ. ഇതെല്ലാം കൂടി വായിക്കുമ്പോൾ ഒരു കാര്യം ഏകദേശം വ്യക്തമാണ്: ബീഹാറിൽ ചരിത്രം ആവർത്തിക്കപ്പെടുന്നു. അത് തന്നെ കഥ.